أعوذ بالله من الشيطان الرجيم الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധ റമദാനിലൂടെ ആരോഗ്യത്തോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് നോമ്പെടുക്കാൻ ആഗ്രഹമുള്ളവർ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, സുന്ദരമായ പാരായണം കേട്ടുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുവാനും സൽക്കർമ്മങ്ങളിൽ ദാനധർമ്മങ്ങളിലൊക്കെ മുന്നേറുവാനുമൊക്കെയുള്ള ആഗ്രഹവുമായിട്ട് നടക്കുന്നവരുണ്ട്. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് അതൊന്നും സാധിക്കാതെ വീടിൻ്റെ ഉള്ളറകളിൽ നിൽക്കുന്നവർ അള്ളാഹു അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണ, നമ്മൾ നരകത്ത് പോകുന്നതാണോ സ്വർഗത്ത് പോകുന്നതാണോ? നരകത്ത് പോകുന്നു നമ്മൾ ആരും വിചാരിക്കുന്നില്ല. സ്വർഗത്തിലെത്തുന്നുള്ള ദൃഢമായ വിശ്വാസവുമാണ്. നമ്മൾ അത്യാവശ്യം സൽക്കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും ആരുടെ മുമ്പിലും നമ്മൾ പറയുകയും ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഉഷാറാണ് എന്ന് നമ്മൾ വിരിച്ചു തീർക്കും. മോശമല്ല എന്നുള്ള ഒരു നിലപാടിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിയുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നു നമ്മുടെ പൂർവികർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അറിയാത്തവരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്പം നേരം മാറി നിൽക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം ഞാൻ അവിടെ ഇല്ലാത്ത, പ്രവാചകന്റെ സന്നിധിയിൽ ഇല്ലാതെ നിൽക്കുമ്പോൾ റസൂലുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒരു ഹദീസ് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടാതായി പോവുമല്ലോ. നമ്മളൊക്കെ എന്താണ്, എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും പറയുമ്പോഴേക്ക് അവിടുന്ന് മെല്ലെ എങ്ങനെയുണ്ട് രക്ഷപ്പെടാൻ നോക്കണം. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ കാണാൻ മർവാൻ ഇബ്നു ഹക്കം ഭരണാധികാരി വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ. അപ്പൊ നിങ്ങൾ എന്തിനാ അങ്ങനെ കരയുന്നത്? അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി 4 വർഷമാണ് പ്രവാചകന്റെ കൂടെ കഴിയുവാൻ, ഹിജ്റയുടെ 7ാമത്തെ വർഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ മരിക്കുന്ന 11ാമത്തെ വർഷം, 4 വർഷമാണ് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കൊക്കെ ഇൽമില്ല, ആരെങ്കിലും ഒരു ആയത്തുൽ കുർസി കാണാതെ അറിയാത്തവരുണ്ട് എങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ ഹദീസുകളിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് പകർന്നു നൽകി. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി മാറിയിട്ടുള്ള ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവേളയിൽ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ ഒരു വഴിത്തിരിവിലാണുള്ളത്. ഇനി 2 മാർഗങ്ങളാണ്. 2 മലായിക്കത്തുകൾ, മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് 2 സംഘം മലായിക്കത്തുകളുമായിട്ടാണ് കടന്നു വരിക. അതിലേത് സംഘത്തെ കൂട്ടിയിട്ടാണ് എൻ്റെ ആത്മാവിനെ ആർക്കാണ് കൈമാറുക എന്നുള്ളത് എനിക്കറിയില്ല. ആ മലായിക്കത്തിൽ അദാബായിരിക്കുമോ മലായിക്കത്തുർ റഹ്മയായിരിക്കുമോ എൻ്റെ ആത്മാവ് ഏറ്റെടുക്കുക എന്നുള്ളത് അറിയില്ല.
ഇനി പോകാനുള്ള വഴി ദൂരം എന്നുള്ളത് അതിവിദൂരമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബാസുൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആ ബർസഖി ലോകത്തേക്ക് കടന്നു ചെല്ലാനുണ്ട്. അവിടേക്ക് ആവശ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ എൻ്റെ പക്കത്തുണ്ടോ? എൻ്റെ പാതേയം അതിന് മാത്രം പര്യാപ്തമല്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഭയപ്പാടിലാണ്. അതിനുശേഷം റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടുന്ന ഓരോരുത്തരും കുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദ, നാഥന്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന ദിവസമുണ്ട്. നമ്മുടെ പേര് ചൊല്ലി, നമ്മുടെ പിതാവിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇന്നാലിന്നാളുടെ മകൻ എന്ന് വിളിച്ച് റബ്ബിന്റെ അടുക്കിലേക്ക് വിചാരണക്ക് കൊണ്ടുവരുന്ന ദിവസമുണ്ട്. ആ വിചാരണക്കെടുക്കുന്നതിന് വേണ്ടി ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഒരു ദിവസം ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടത് എത്രയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ വിശാലമായി ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞു പോകാനുള്ള ദീർഘമായ കാലയളവിലേക്ക് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള എൻ്റെ തുച്ഛമായ കാലയളവിലുള്ള സൽക്കർമ്മങ്ങൾ അത് മതിയാകുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ആ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ മകൻ ചോദിക്കുകയാണ്, എന്താണ് ഉപ്പാ നിങ്ങളെ കരയിപ്പിക്കുന്നത്? ഞാൻ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് അതാ ആ സ്വർഗത്തെ ഞാൻ കാണുന്നു. ആ പ്രവാചകന്റെ കൂടെ ഉസുവത്തുകളിൽ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ഷഹീദായിരുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ കൂടെ ഞാനും അങ്ങ് ആ ഷഹീദായിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഞാൻ ബേജാറാകുമായിരുന്നില്ല. ഇന്ന് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ പായിൽ വെച്ച് മരിക്കാൻ വേളയിൽ അദ്ദേഹം ആലോചിക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ മറഞ്ഞു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സ്ഖലിതങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് അദ്ദേഹം ഓർത്തുകൊണ്ട് കരയുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രിയതമയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ റബ്ബ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അവരൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത് എങ്കിൽ നമ്മളൊക്കെ ജൂത ക്രിസ്ത്യാനികളെ മാതിരി തിൽക അമാനിയും ഒരു വലിയ ഒരു പ്രതീക്ഷയിലാണ്. ലം യമസ്സനന്നാറ ഇല്ലാ അയ്യാമൻ മഅദൂദ, നമ്മളെയൊന്നും ആ നരകം സ്പർശിക്കുകയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മളൊക്കെ ഇങ്ങനെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ കഴിയുന്നത്. ഇനി നമ്മളിലേക്കൊന്ന് വരിക. ജീവിതത്തിൽ അള്ളാഹുവിനോട് അല്ലേ, ആ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ പ്രാർത്ഥന പറയാണ്, അല്ലദീന യഖൂലൂന, അവർ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നനാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ റബ്ബേ നീ പുറത്തു തരണമേ. വഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. വിശ്വാസികളുടെ മനസ്സുകളിലുള്ള തേട്ടമാണ്, അവർക്ക് ആ നരകത്തെ കുറിച്ചറിയാം. കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല, ഒരാളെയും വിട്ടുകളയാത്ത, കരിച്ചു കളയുന്ന, പിന്തിരിഞ്ഞു പോകുന്നവരെ മാടി വിളിച്ചുകൊണ്ട് കരിച്ചു കളയുന്ന നരകത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അത് കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ, അതിങ്ങനെ ഷവായ അല്ലെ, ഇങ്ങനെ കരിച്ചു കളയുന്ന, ഇങ്ങനെ റൗണ്ട് കോഴിയൊക്കെ ഇങ്ങനെ തിന്നുമ്പോൾ വലിയ ആസ്വാദനമാണ്. പക്ഷേ അല്ലെ, അതിങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ പൊരിഞ്ഞ് വരുന്ന ആ കരിച്ചു കളയുന്ന കുല്ലമാ നളജത് ജുലൂഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ഒരു തൊലി ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അടുത്ത തൊലി ഇങ്ങനെ കൊടുക്കുകയാണ്. എന്തിനാണ്? ലിയസൂഖുൽ അദാബ്, ആ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ അങ്ങോട്ട് അനുഭവിക്കുന്നതിന് വേണ്ടി, ആ നരകത്തിന് വേണ്ടി. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന ആ നരകം എന്ന് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ തടിയെ കാത്തുകൊള്ളണേ, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണേ.
ആ നരകത്തെക്കുറിച്ച് ആ കൊട്ടാരം കണക്ക് ഉയർന്നു പൊന്തുന്ന ആ നരകത്തിന്റെ അഗ്നികുണ്ടാരങ്ങൾ, ആ തീജ്വാലകൾ, അത് കഅന്നഹു ജിമാലത്തുൻ സുഫർ, ചുവന്ന ഒട്ടകങ്ങൾ പോലെ ആ നരകത്തിന്റെ തീപ്പൊരികൾ. ആ തീപ്പൊരികൾ കല്ല, ആ നരകം എന്നുള്ളത് തർമി ആ വിശ്വൈലുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഈ ഭൗതിക ജീവിതത്തിന്റെ ആളുകളെ എന്തെല്ലാം പറഞ്ഞിട്ട് കളിയാക്കി, കൊച്ചാക്കി, പരിഹസിച്ച്, കുത്തുവാക്കുകൾ പറഞ്ഞ്, കളവ് പറഞ്ഞ് ഓരോരുത്തരും നല്ലതീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിങ്ങനെ എണ്ണി ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് ഇങ്ങനെ കൂട്ടിവെക്കുന്ന ആ സമയത്ത് അവൻ വിചാരിക്കുന്നത് എന്താണ്? അവന്റെ സമ്പത്ത് അത് അവന് ശാശ്വതത്വം നൽകുന്നതാണ്. ആ പരലോകത്ത് വരുന്ന സമയത്ത് ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുഅവി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്റെ സമ്പത്ത് ലൗ യഫ്തദി, ഞാനൊക്കെ കൊടുക്കാം. ഫിൽ അർദി, എന്തൊക്കെയാണോ ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് ഒക്കെ ഞാൻ കൊടുക്കാം. എന്റെ പ്രിയതമയെ, എന്റെ മക്കളെ, ഞാനുള്ള സമ്പാദ്യം മുഴുവൻ അതിനുവേണ്ടി ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കൊടുക്കും. ആ നരകത്തെക്കുറിച്ച് ഈ വിശ്വാസികൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ റബ്ബേ. വഖിനാ അദാബന്നാർ, ആ നരകം എന്നുള്ളത് വല്ലാത്ത ഒരു നരകമാണ്. അല്ലാഹു ദുൻതിഖാം, അല്ലാഹു ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനാണ്. ഷദീദുൽ ഇഖാബ്, ശക്തമായി ശിക്ഷിക്കുന്നതാണ്. ആ തീയുടെ ആ കാഠിന്യം എന്ന് പറയുന്നത് നമ്മുടെ തീയിന്ന് ഇന്ന് കരണ്ട് ഇങ്ങനെ പോയപ്പം മെഴുകുതിരി കത്തിക്കുക, ആ കത്തിക്കുന്നതിന് മോള് മോനിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു മേജിക്ക് കാണിച്ചു തരാന്ന് ഞാൻ പറഞ്ഞു, മോനെ കുറച്ചു നേരം കൂടി ഒന്ന് പിടിച്ചു നോക്ക്. ആ നരകത്തിന്റെ ആ തീജ്വാല എത്രമാത്രം വലുതായിരിക്കും. ആ ശരീരത്തിലേക്ക് ഒരു തുള്ളി തെറിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള ഒരു തുള്ളി, നരകത്തിന്റെ ഒരു തുള്ളി ഈ ലോകത്ത് വീണിട്ടുണ്ടെങ്കിൽ മുഴുവൻ കത്തിച്ചാമ്പലായി പോകുമാറ് ശക്തമായിട്ടുള്ള ഇതിന്റെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീയുടെ കാഠിന്യത്തെക്കാൾ 69 ഇരട്ടി ശക്തമായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഅക്സറു അഹ്ലിഹാ അന്നിസാ, സ്ത്രീകളാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സ്ത്രീകളാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. 2 ഫിത്നയാണ് ഈ ഉമ്മത്തിന് ഞാൻ വിട്ടേച്ചു പോകുന്നത്. ഒന്ന് വത്തഖു ദുനിയാ വത്തഖു നിസാ, നിങ്ങൾ ഈ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖു നിസാ, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഒരു കാക്കക്കൂട്ടം കണ്ടിട്ട് റസൂൽ പറയാണ്, ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരു ചുവന്ന കൊക്കുള്ള, ചുവന്ന കാലുള്ള ചെമ്പൻ കാക്കയെ കാണുന്നുണ്ടോ? അപ്പൊ സഹാബത്തറിഞ്ഞ ആള് കാണുന്നില്ല, സൂക്ഷിച്ചു നോക്ക്, ഉണ്ടായില്ല. അതുപോലെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവർ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഈദിന്റെ ദിവസം ആ സ്ത്രീകളുടെ അടുക്കലേക്ക് പോയിട്ട് തസദ്ദഖന, നിങ്ങൾ ദാനധർമ്മം ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണം, നിങ്ങൾ നന്ദിയുള്ളവരാകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളോട് പ്രത്യേകം ഉപദേശിക്കുകയാണ്. കാരണം ഞാൻ കാണുകയാണ് അക്സറു അഹ്ലിഹാ അന്നിസാ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതലെന്ന്. നാഖിസാത്തുൽ അഖ്ലി വദ്ദീൻ, ദീനുമില്ല, അതോടൊപ്പം തന്നെ അവർക്ക് ബുദ്ധിയുമില്ല. ദീനുമില്ല, ബുദ്ധിയുമില്ല. വെറുതെ പറയുന്നല്ല അല്ലേ? ചെറിയ ചെറിയ കാരണങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴേക്ക് അതിലൊക്കെ ഇബാദത്തുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ആ നരകത്തിൽ, അതാണ് വിശ്വാസികൾക്ക് വഖിനാ അദാബന്നാർ, ആ നരകാഗ്നിയിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആ നരകത്തെക്കുറിച്ചുള്ള ചിന്ത എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ നരകത്തിലേക്ക് കല്ല ഇലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലു അലൽ അഫ്ഇദ. ആ ഹൃദയത്തിലേക്ക് കരിച്ചു കളയുന്ന, ഹൃദയത്തിലേക്ക് കയറി ചെന്നിട്ട് ഇങ്ങനെ കരിച്ചു കളയുന്ന ആ നരകം എന്ന് പറയുന്ന ആ നരകത്തെക്കുറിച്ച് ആ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഒട്ടകം അത് ഭക്ഷണം കിട്ടാതെ ചത്തിട്ടുണ്ട് എങ്കിൽ അതിന് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്ന, നരകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു, റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നേരിടേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ ഉറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ട് എത്തിയാൽ മതി, നമ്മളൊക്കെ ഇങ്ങനെ റിസർവ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള വിചാരമുള്ളവരല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറയാണ്, ലൗലാ അയ്യതഅമ്മദനി അല്ലാഹു ബിറഹ്മ. പടച്ചോനെ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഒരാളും അവരുടെ അമലുകൾ കൊണ്ട് സ്വർഗത്ത് പ്രവേശിക്കാൻ പോകുന്നില്ല. ഒരാളും അവരുടെ അമലുകൾ കൊണ്ട് സ്വർഗത്ത് പ്രവേശിക്കാൻ പോകുന്നില്ല. അപ്പൊ വലാ അൻത യാ റസൂലല്ലാഹ്, ഇല്ല ഞാനും പ്രവേശിക്കൂല. അള്ളാഹിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മുടെ അമലുമായിട്ട് കയറാൻ പറ്റിയൊന്നല്ല. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ വലയം ചെയ്തിട്ടുണ്ടെങ്കിലല്ലാതെ, അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് നമ്മെ വലയം ചെയ്തിട്ടുണ്ടെങ്കിലല്ലാതെ ആ സ്വർഗത്തിലേക്ക് ഒരു അടിമ ചോദിക്കുന്നുണ്ട്. അള്ളാഹു പറയാണ് അടിമയോട്, അടിമയോട് ഇറങ്ങി സ്വർഗത്ത് പ്രവേശിച്ചോ, ബിഫളിലി വറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്ത് പ്രവേശിച്ചോ. അടിമ അള്ളാഹിനോട് പറയും വബി അമലി, അപ്പൊ എന്റെ അമലെവിടെ? എന്റെ അമല് കൊണ്ട് ഞാൻ സ്വർഗത്ത് പ്രവേശിക്കട്ടെ. അപ്പോഴും പറഞ്ഞു അല്ലാഹ് ബിഫളിലി, എന്റെ ഔദാര്യം കൊണ്ട് നീ കയറിക്കോന്ന്. വീണ്ടും അടിമ പറയാണ് എന്റെ അമലുകൾ കൊണ്ട്. അന്ന് പറഞ്ഞു നിന്റെ ഔദാര്യം കൊണ്ട് കയറിക്കോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാലോ, എന്റെ അമല എവിടെ കിടക്കുന്നു, എന്റെ കാരുണ്യം എവിടെ കിടക്കുന്നു നോക്കാലോ. ഒരു തുലാസിലേക്ക് നമുക്ക് അല്ലാഹ് തന്നിട്ടുള്ള ഒരേ ഒരു നിഅമത്ത്, ഒരു കണ്ണെടുത്തിട്ട് ഒരു തുലാസില്, ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടുകൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരു തുലാസിലും നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, എന്നിട്ട് ആ അടിമയുടേത് ഒരു തുലാസിലും വെച്ചപ്പോ അല്ലാഹ് തന്നിട്ടുള്ള ഒരു നിഅമത്തിന് പോലും നന്ദി കാണിക്കാൻ അവന്റെ അമലുകൾ പര്യാപ്തമല്ല. എന്നിട്ടാ നമ്മളൊക്കെ ഇങ്ങനെ വലിയ ആളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നിസ്കരിക്കലുണ്ട് നമ്മള്, എന്നിട്ട് ആ നമസ്കാരത്തിന്റെ സ്ഥിതി തന്നെ എന്തായിരിക്കും? നമുക്കൊക്കെ റബ്ബിനോട് പാപമോചനം തേടണം തോന്നിയിട്ടുണ്ടോ? എന്നിട്ട് പറയാണ് അസ്വാബിരീന വസ്വാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. അവരാരാണ്? അല്ല അസ്വാബിരീൻ, നന്ന ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. എന്തിനു വേണം? ക്ഷമ, എല്ലാത്തിനും വേണം ക്ഷമ. ഫസ്ബിർ നഫ്സക മഅല്ലദീന, ഫസ്ബിർ നഫ്സക, നിന്റെ മനസ്സിനെ, എവിടെയും പറഞ്ഞു ഫസ്തഈനു ബിസ്സബ്രി വസ്സലാ. ഏതൊരു ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ അങ്ങനെ കാണാം എന്ന് വിശുദ്ധ ഖുർആനില്, നീ ക്ഷമിച്ച് നിൽക്കുക. ഇപ്പൊ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് രണ്ടായത്ത് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറുക്കാൻ തുടങ്ങും, പിരിപിരിപ്പം തുടങ്ങും. 5 മിനിറ്റ് അധികം എടുത്ത്. ക്ഷമ വേണം. ഒരു ദിക്ർ മുഴുവനായിട്ട് നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം ഒരു ദിക്ർ നമുക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. അപ്പൊ ഞങ്ങൾ ക്ഷമിച്ച് നിൽക്കാണ്. റബ്ബേ, ആ നരകം ഞങ്ങൾക്ക് വഖിന അദാബന്നാർ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ. വഖിന അദാബന്നാർ, ഞങ്ങൾ സ്വാബിരീങ്ങളാണ്, ഞങ്ങൾ ക്ഷമിച്ചോളാം. റബ്ബേ കുന്നാ നസ്ബിറു അലാ ജൂഇൻ, ആ സഹാബ വനിതകൾ പറയായിരുന്നു, ആ ഭർത്താക്കന്മാർ പണിക്ക് വന്ന സമയത്ത് പറയായിരുന്നു, കുന്നാ നസ്ബിറു അലാ ജൂഇൻ, ഞങ്ങൾ വിശപ്പെത്ര വേണമെങ്കിൽ സഹിച്ചോളാം. വലാ നസ്ബിറു അലാ നാരി ജഹന്നം, നിങ്ങൾ ഹറാമായിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ, ഹറാമെന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ തിറ്റാൻ വേണ്ടി വരരുത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഏടുന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാലും വേണ്ടിയില്ല അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കണം. അത് ഏടുന്ന എന്താന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യമൊന്നുമില്ല, ചോദിക്കാൻ ഞാൻ അതിലേക്ക് വരാം. എന്നിട്ട് പറയാണ്, ഞങ്ങള് ആ നരകം ഞങ്ങളെ കൊണ്ട് ക്ഷമിക്കാനാവില്ല, അതുകൊണ്ട് ഇവിടുന്ന് എന്ത് കഷ്ടപ്പാടും ഞങ്ങൾ അനുഭവിച്ചോളാം, ഞങ്ങൾ ക്ഷമിച്ചോളാം. വസ്വാബിരീന വസ്വാദിഖീന, അവർ സിദ്ദീഖീങ്ങളാണ്, സത്യസന്ധത അങ്ങനെ പാലിക്കുന്നവരാണ്. അവര് ആ സിദ്ദീഖീങ്ങളാണ്, അവരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒരുപോലെയാണ്. അവരുടെ സിദ്ദീഖീങ്ങളാണ് അവർ അല്ലേ. അവരുടെ വാക്കുകളിൽ സത്യമല്ലാതെ വരൂല. ഒരാൾ ഒരു കളവ് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവന് പിന്നെ ആ കളവിന് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വേറെ കളവ് പറയേണ്ടി വരും. അങ്ങനെ ഒരു കളവിന്റെ മുകളിൽ നിന്ന് 100 കളവ് വരും. പിന്നെ അവനെ അള്ളാഹുവിന്റെ അടുത്ത് കദ്ദാബ് എന്ന് രേഖപ്പെടുത്തും. എന്നാൽ അങ്ങനെ കളവ് പറയാത്തവരാണ്. നാവെടുത്താൽ നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞു വന്നത് എന്താണ്? അറിയാതെ പറഞ്ഞു വന്നത് എന്താണ്? നമുക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ എത്ര ദിവസം എത്ര കളവ് പറഞ്ഞിട്ടുണ്ടാവുന്നതിനെ കുറിച്ച് വല്ല ഒരു ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള വോയിസുകളൊന്ന് വെറുതെ ഒന്ന് കേട്ടു നോക്കിയാൽ ഇതൊക്കെ ഉള്ളത് തന്നെയായിരുന്നു ഓരോന്നിങ്ങനെ പറയുമ്പോ അല്ലേ. അപ്പൊ ആ കളവുകൾ, ഞങ്ങൾ സ്വാദിഖീങ്ങളാണ്,
അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയാൻ ആ സ്വതക്ക ദാനധർമ്മം ചെയ്തിട്ട് പടച്ചോൻ തന്നതെന്ന് കൊടുക്കുകയാണ്. യാതൊരു മടിയില്ലാതാണ് കൊടുക്കുകയാണ്. എങ്ങനെയാന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത് യഹ്യ ബിൻ സക്കരിയ റളിയല്ലാഹു അലൈഹിസ്സലാം പറയാണ്. ഇത് ഈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ ഒരുത്തൻ വന്നിട്ട് വന്നുകൊണ്ട് ശത്രു വന്നിട്ട് നിങ്ങളെ കൊണ്ട് പിടിച്ച് കെട്ടി, എന്നിട്ട് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് എടുക്കടാ എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരൻ പിടിച്ച് തോക്ക് കാണിച്ച് അല്ലെങ്കിൽ ആയുധം കാണിച്ചിട്ട് പറയാണ് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് എടുക്കുന്ന പറയുമ്പോൾ നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളാണ്ട് കൊടുക്കും. പോട്ടെ, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി വിചാരിച്ചു. ആക്സിഡൻറ്റ് പറ്റി മെംസ് കൊണ്ട് അഡ്മിറ്റാക്കി, ബേബിയിലാക്കി. ഇപ്പം ഒരു 2 ലക്ഷം കെട്ടിയാൽ ഓപ്പറേഷൻ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഏടുന്നല്ല, പൈസ കീശയിലിട്ടിട്ടല്ലല്ലോ പോയിട്ട് ആക്സിഡൻ്റ് ആയത്. ഒരു ഉറുപ്പ്യ ഇല്ലാത്തടത്ത് നിന്ന് ഏടുന്ന ഇപ്പോൾ 2 ലക്ഷം ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഈ ദാനം. ഒന്നും ഉണ്ടാവില്ല ഇടയിൽ, പക്ഷേ അന്നപ്പം അങ്ങോട്ട് ഉണ്ടായാലാണ്, എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യലാണ്. അതുപോലെയാണ് ദാനധർമ്മം. അപ്പൊ ഇവർ സ്വാദിഖീങ്ങളാണ്, സ്വതക്ക ചെയ്യുന്നവരാണ്, സത്യസന്ധത പുലർത്തുന്നവരാണ്. ഖാനിതീന, അവർ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാണ്. ഒക്കെ പടച്ചോ ഉമ്മക്കനുസരിച്ച് കീഴൊതുങ്ങി തരണം. ഇത് എല്ലാം അള്ള ഉമ്മക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു നിലപാടുണ്ടാവും. അള്ള പറഞ്ഞത് അടക്കട്ടെ, റസൂലുള്ള പറഞ്ഞത് അടക്കട്ടെ, അതൊക്കെ അടക്കട്ടെ. ഇന്റെ താല്പര്യം ഇപ്പം നമ്മളെന്നെ ഓരോരുത്തരും ഓരോരോ പ്രസ്ഥാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഓലത്തിന് സ്ട്രോങ് ആണ് ഇവർ, എനിക്കിപ്പോൾ ഇവരൊക്കെ മതി അല്ലേ, അവനാന്റെ സൗകര്യത്തിന് ഇവരെന്തൊക്കെ ഇപ്പൊ ഇവരെ കൂടി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം, അതുകൊണ്ട് അത് മതി. അല്ലാണ്ട് അള്ളയും അവന്റെ റസൂലും ദീനും ദുനിയാ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ, ഖുർആനും സുന്നത്തിനും സ്വഹീഹായി വന്നതും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ആരും പ്രസ്ഥാനത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത്. അവനാന്റെ സൗകര്യത്തിന് അനുസരിച്ച് ചെയ്യുക. ഓലാകുമ്പോൾ കുറച്ച് പാട്ട് കേൾക്കാം, കുറച്ച് മ്യൂസിക് ഉണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും, അതൊന്നും ഒരു കുഴപ്പമില്ല. അത് ഒരു വിഷയമുള്ള കാര്യമില്ല. എനിക്ക് ആ ചുരിദാറിട്ട് നടക്കാം അല്ലേ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യം. ഇവരെ കൂടിയിട്ടുണ്ടെങ്കിൽ പണി അത് മുഖോടി മറക്കാൻ പോകണം, അതുകൊണ്ട് നമ്മളില്ല അല്ലേ. പറഞ്ഞിട്ട് നടക്കേണ്ടി വരും, അതുകൊണ്ട് ഞാനില്ല. ഇവരെ കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ എനിക്ക് ദിവസവും ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് പറ്റിയ ആൾക്കാരുടെ കൂടെ കൂടാന്നുള്ളതാണ്. അപ്പൊ ഇവര് ഖാനിത്തിന് അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടവരാണ്. അള്ളാഹ് റസൂൽ എവിടെ പറഞ്ഞോ അവിടെ നിൽക്കുന്നവരാണ് ആര്? ഈ വിശ്വാസികൾ. എന്നിട്ട് പറയാണ് വൽ മുൻഫിഖീന, ചെലവഴിക്കുന്നവരാണ്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സുഹൂറിന്റെ അത്താഴത്തിന്റെ വേളകളിൽ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ്. അവർ പാപമോചനം തേടുന്നവരാണ്. അവരുടെ പാപത്തെക്കുറിച്ച് വേണ്ട ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. നമ്മളൊക്കെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ മൊബൈൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? വെറും ഷോയുടെ ലോകത്തല്ലേ നമ്മളുള്ളത്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അർഹതയുള്ള യോഗ്യതയുള്ള മുതലാണോ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഐഫോൺ നമ്മൾ വാങ്ങും, ആരതാ? അവനാൻ അധ്വാനിച്ചിട്ടാണ് വാങ്ങുന്നത്. ഈ പാപങ്ങളുടെ കൂട്ടത്തില് ഒന്ന് ഹത്തിയാത്തുകളുണ്ട്. ഹത്തിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ടൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന, വെറുതെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ വെറുതെ ഇപ്പം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മൊബൈലിൽ നോക്കി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അറിയാണ്ട് ഇങ്ങനെ വന്നിട്ട് സ്റ്റോറേജിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടുന്ന കുറേ പാപങ്ങളുണ്ട്, ഹത്തിയാത്തുകൾ. പിന്നെ കുറച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെയുള്ള സയ്യാത്തുകളുണ്ട്, കുറച്ചും കൂടി ദർജ കൂടിയിട്ടുള്ളതാണ്. അത് ബോധപൂർവം നമ്മൾ എന്ത് ചെയ്തതായിരിക്കും? ചിലപ്പോൾ നമ്മൾ എന്നെ ബോധപൂർവം ചെയ്തതായിരിക്കും സയ്യാത്തുകൾ. പിന്നുണ്ട് കബായിറുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് മോക്കിബാത്ത് ഇതിലുണ്ട്, സബൂൽ മോബിഖാത്തുകളുണ്ട്. കബായിറുകൾ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള വലിയ പാപങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് മോബിഖാത്തുകളുണ്ട്. അപ്പൊ ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് പാപങ്ങളുണ്ട്. ഒന്ന് അറിയാതെ നമ്മൾ വെറുതെ ഇപ്പം നമ്മളൊരു വസ്തുരാത്തിക്കാണെങ്കിൽ ഇങ്ങനെ പാപങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ടാവും. ഒരാളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അറിയാതെ വന്നിട്ടുണ്ടാവും. നമ്മൾ നിന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ നമ്മൾ വെറുതെ എന്നാലും മനസ്സിലിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നിട്ട് ഇങ്ങനെ സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളാകുന്നുണ്ടാവും. ആ ഹൃദയത്തിൻ്റെ അറകൾ ഇങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ടാവും. ഇതൊക്കെ പരിഹരിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഓതു എടുത്താൽ, ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ, അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ തംഹുഹ, അള്ളാഹു എന്ത് ചെയ്യും? കുറേ നമ്മൾ അറിയാതെ വന്നു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പഠിച്ചവരിങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് പഠിച്ചവൻ ഇങ്ങനെ പുറത്തു വരും. അതിന് നമ്മൾ തൗബ ഇല്ലെങ്കിലും അള്ളാഹിനോട് പാപമോചനം തേടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് സയ്യാത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? സയ്യാത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം ചെയ്തതാണ്, നമുക്കറിയാം അത് പറ്റൂല. എന്താണ് തെറ്റെന്ന് വെച്ചാൽ മാ ഹാക്കഫി സ്വദരിക്ക, നമ്മളോട് തന്നെ 100 ആളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട,
ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നമ്മളെ മനസ്സിനോട് തന്നെ ചോദിച്ചാൽ മതി. അത് കച്ചവടം പറ്റുമോ, അല്ലെങ്കിൽ ഈ ഏർപ്പാട് പറ്റുമോ, അവിടെ പോയി നിൽക്കാൻ പറ്റുമോ, ഇതങ്ങോട്ട് വരാതെ ഇത് നമ്മൾ വേറെ ആരോടും ചോദിച്ചാൽ നിന്റെ വസ്തുക്തി നഫ്സിക്ക് നിന്റെ മനസ്സിനോട് ചോദിച്ചാൽ മതി. അത് പറഞ്ഞു തരും. നിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തെറ്റാണ്. സഹാബത്ത് പറയാണ്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ചെറിയ ഒരു പാപം എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടെങ്കിൽ അതിങ്ങനെ ബാക്കിലൊരു മല വന്നിട്ട് ഇങ്ങനെ മുഴുകാൻ കാത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉരുള് പൊട്ടാൻ നിൽക്കുകയാണ്. അന്നപ്പോൾ ഒരു മാനസികാവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂക്കിൻ്റെ അടുത്തൂടെ ഒരു ഈച്ച പറന്നു പോകുന്നത് പോലെയാണ് തിന്മകളെ സമീപിക്കുന്നതെന്നാണ്. ഒരു കൂസലുമില്ല. ഞാൻ പറയാ അല്ലേ. എന്നിട്ട് നമ്മൾ ഈ പാപങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹ് പറയാണ്, നിങ്ങളുടെ റമളാനു ഇലാ റമളാൻ, അൽ ജുമാഅത്തു ഇലാ ജുമഅ, അതേപോലെ തന്നെ അൽ സ്വലാത്തു ഇലാ സ്വലാത്ത്, അൽ ഉംറത്തു ഇലാ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, അതേപോലെ തന്നെ ഒരു ജമാഅത്ത് മുതൽ അടുത്ത ജമാഅത്ത് വരെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾക്കുള്ള ഈ ചെറിയ ചെറിയ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇത് ജിത്തനബത്തിൽ കബായിർ, വലിയ പാപങ്ങൾ നമ്മളങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ, വലിയ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റമളാൻ, ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചു നിർത്താൻ. നമ്മുടെ റമളാൻ നമുക്ക് പാപങ്ങൾക്ക് പരിഹാരമായി തീരുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ റമളാൻ നമുക്ക് പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് അള്ളാഹു നിശ്ചയിച്ച് വെച്ചിട്ടുള്ള റമളാനാണ്. അതേപോലെ നമസ്കാരമാണ്, രാത്രി നമസ്കാരമാണ്, ഇതൊക്കെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. നമുക്കതിനുള്ള യോഗ്യത ഉണ്ടോ? ഇത് ജിത്തനബത്തിൽ കബായിർ. ഈ പാപങ്ങളുടെ കൂട്ടത്തിൽ കബായിറുകൾ കഴിഞ്ഞാൽ ഈ സിന, വ്യഭിചാരം പോലുള്ള കാര്യങ്ങളൊക്കെ കബായിറുകളാണ്. അതിനേക്കാളും മുന്തിയ സബുൽ മൂബിഖാത്തുകളുണ്ട്. ഈ മൂബിഖാത്തുകളും സബുൽ മൂബിഖാത്തുകൾ പെട്ടൊരു സാധനമുണ്ട്. ഏതാണ്? ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ തന്നെയാണ്. അത് എപ്പോൾ എടുത്ത് സംസാരിക്കുന്നില്ല. രണ്ടാമത്തത് സിഹർ ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്ന ഏർപ്പാട്, അത് സിഹർ. പിന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അഖിലു മാലുൽ യതീം, യതീമിന്റെ മുതൽ തിന്ന. അതേപോലെ തന്നെ കദുബുൽ മുഹസനാത്തിൽ ആഫിലാത്തി, വ്യഭിചാര ആരോപണം നടത്തുക. പിന്നെ മറ്റേ തലക്കടിച്ച് കൊല്ലുക, ഒരാളെ കൊലപാതകം നടത്തുക. ഈ കൂട്ടത്തിൽ അള്ളാഹിന്റെ ഈ മഹാപാപങ്ങളുടെ മൂബിക്കാത്ത്, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള, പ്രവാചകന്റെ ശാപം വിധിച്ചിട്ടുള്ള ഒരു കടുത്ത ഒരു വിഭാഗമുണ്ട് ആളുകൾ. അതിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഒഴിവുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കി. ആരാ വിഭാഗം? അതിൻ്റെ ഏറ്റവും നിസാരമായത് ഐസറുഹ, അതിലേറ്റവും നിസാരമായിട്ടുള്ളത് അൻ തൻകിഹൽ മർഉ ഉമ്മഹ, തൻ്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അതില് ഉമ്മയെ 70 കവാടങ്ങളുണ്ട്. അതിലേറ്റവും താഴെയുള്ളതിൻ്റെ സ്ഥിതിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും നിസാരമായിട്ടുള്ള ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാന്ന് പറഞ്ഞാൽ 36 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള മഹാപാപം ഏതാണ്? ഈ പാപവുമായിട്ട് അതിൽ എല്ലാവരും തുല്യരാണ്. അത് തിന്നുന്നവനും തീറ്റിക്കുന്നവനും എഴുതി വെക്കുന്നവനും സാക്ഷി നിൽക്കുന്നവനും അതിനുവേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്യുന്നത് ആ മഹാപാപങ്ങളിൽ മൂബിഖാത്തിൽപ്പെട്ടിട്ടുള്ള റിബ. നമ്മളെ ഫോൺ എടുത്തുണ്ടാവില്ല, EMI അല്ലേ? നമ്മളറിയും 0% ആണെന്നൊക്കെ പറയും. 0% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അടവ് തെറ്റിയൊക്കെ ഉണ്ടേ, അപ്പം അറിയാം എൻ്റെ 0%ൻ്റെ അവസ്ഥ. മാത്രമല്ല കൊള്ള ലാഭമാണ്. 8000-ൻ്റെത് 15,000-ന് കൊടുക്കൂ, എന്നിട്ട് ആട്ടെ അടവാണ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ, അടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പൈസ കൂടാൻ പാടില്ല. അപ്പൊ ഈ പലിശക്കെടുക്കുകയാണ്. എന്നിട്ടാണ് അഹങ്കാരം നടത്തുന്നത്, വലിയ കിബിറായിട്ട് ഇങ്ങനെ നടക്കുന്നത്, ഐഫോണും കൈ പിടിച്ചിട്ട്. ഒരു ബൈക്ക്, നമ്മളൊരു സ്കൂട്ടി എടുത്ത് ഇങ്ങനെ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ മോബിക്കാത്തപ്പെട്ടിട്ടുള്ള മഹാപാപമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടാണ് മനുഷ്യന് ഒരു ബൈക്ക് എടുത്തിട്ട് മക്കൾക്ക് ഓനൊരു ആക്റ്റീവ, ഓക്കൊരു ആക്റ്റീവ, പെണ്ണുങ്ങൾക്ക് ഓക്കൊരു വേറൊരു ഫോൺ, ഓക്കൊരു ബൈക്ക്, കാറ് പോയിട്ട് ഒരു നമ്മൾ വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ അവസാനത്തെ AC വരെ വാങ്ങി വെച്ചിട്ട് അവൻ പറയാണ് അല്ലേ. എന്നിട്ട് വലിയ പള്ളി. കഴിഞ്ഞ ദിവസം ചോദിക്കുക ഒരാള്, ഈ പലിശയുടെ കടമൊക്കെ ഉള്ള ഒരാളെടുത്ത് നമുക്ക് പള്ളിയിലേക്ക് സംഭാവന വാങ്ങാൻ പറ്റുമോ? പലിശക്കടമുള്ള ഒരാളാണ്, ഓൻ്റെ അടുത്തുനിന്ന് പള്ളിയിലേക്ക് സംഭാവന വാങ്ങാൻ പറ്റുമോ? ഞാനെങ്കിൽ ഒന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പള്ളിക്ക് ഒരു ഉറുപ്പ്യ കിട്ടുന്നുണ്ടാവില്ല, ഒരൊറ്റ ഒന്നിനോട് വാങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഏതായിരുന്നാലും ഞാനൊരു സംഭവം മാത്രം പറഞ്ഞു അല്ലേ. ഇപ്പം നമ്മൾ കാബ കാണാൻ പോകും, അല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന സമയത്ത്, ഹജ്ജിന് പോകുന്ന സമയത്ത് ആ കാബ കാണുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് അല്ലേ, ആ കാബന്റെ ഇപ്പുറത്തൂടെ ഇങ്ങനെ വളച്ചെട്ടിയിട്ട് ഒരു റാ പോലെ കണ്ടില്ലേ? ആ റാ പോലുള്ളത് എന്താ? പുറത്തായി പോയത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ച, കാബന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചത് പോലെയാണ്. ഹിജ്ർ ഇസ്മായിൽ എന്നാ പറയാ. അന്ന് ഈ കാബ അതോളം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആകൃതിയിലായിരുന്നു. അതിങ്ങനെ ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാ? ഇങ്ങനെ ആകൃതിയിലായിരുന്നു കാബ ഉള്ളത്.
അന്ന് മുശ്രിക്കുകൾ മക്ക മുശ്രിക്കുകൾ അവര് കാബ പുതുക്കി പണിയുന്ന സമയത്ത് പറയാണ്, ഞാൻ ഓരോ പരിപാടി എന്താണ്, ഒന്ന് വ്യഭിചാരം, അതേപോലെ തന്നെ വട്ടിപ്പലിശ, അതുപോലെയുള്ള ഹറാമിന്റെ കള്ള് കച്ചവടക്കാർ, ഈ ജാതി ഹറാമിന്റെ ഏർപ്പാടുള്ള ആളുകളെ പൈസ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഹലാലായ നല്ല സമ്പാദ്യത്തിലൂടെയുള്ളത് മാത്രം മതി നമ്മൾക്ക് കാബ പുതുക്കി പണിയാൻ. അതുകൊണ്ട് അവർക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ട് ആ കാബ ചുരുക്കി, എന്നിട്ട് ബാക്കി ഭാഗം പുറത്തേക്ക് അങ്ങോട്ട്. അത്രമാത്രം ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾക്ക് വിവേകം ഉണ്ടായിരുന്നു. ആ വിവേകം പോലൊന്നും നമുക്കില്ല. എന്നിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് യാ റബ്ബി പടച്ചോനെ പൊറുത്തിരണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ നമ്മുടെ പാപങ്ങൾ സ്വീകരിക്കുക? നമ്മുടെ പ്രാർത്ഥനകളെ എങ്ങനെയാണ് അള്ളാഹു അതിന് പരിഹാരം കാണുന്നത്? എത്ര ഉണ്ടാവും നമുക്ക് റബ്ബിനോട് പറയാൻ? അതിന്റെ അതിന്റെ പൊടി പുരളാത്ത ഒരൊറ്റൊന്നുമില്ല. A to Z നമ്മുടെ ജീവിതത്തിൽ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമു സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. ആ നരകം കാണുന്ന സമയത്തെ നമുക്ക് തിരിയുള്ളൂ. ആ നരകം കാണുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹറാമുകൾ എന്നുള്ളത് നമ്മൾ വെറുതെ ഇങ്ങനെ നിന്നാൽ പോലും നമ്മളുടെ അടുത്തേക്ക് വരുന്നതാണ്. തൂബു ഇലല്ലാഹി ജമീഅ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ആദ്യം ഈ ഹറാമുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവ് വേണം. വട്ടിപ്പലിശക്ക് കൊടുക്കുന്നവനും അതിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അത് വൈകുന്നേരം ഇങ്ങനെ പൈസ വായ്പ കൊടുക്കും, അതിന് ഞാൻ എന്തെങ്കിലും തരും എന്ന് പറഞ്ഞിട്ട് നിസാരവൽക്കരിക്കുകയാണ്. എല്ലാ തിന്മകളെയും എന്ന് നിസാരവൽക്കരിക്കുക. ഉമ്മാന്റെ തലക്കടിച്ചു കൊന്നാലും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? മക്കൾ തച്ചു കൊന്നാലും അത് സിമ്പിളായിട്ടുള്ള കാര്യം. അതൊക്കെ ചെറിയ 4 ദിവസം കൊണ്ട് രക്ഷപ്പെട്ടു പോരാവുന്ന. എന്നാ പട്ടിനെ കൊന്നാൽ അതിന് വില ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട് നശിച്ചു പോകാനുള്ള കാരണം ഈ ഹറാമുകളിലൂടെയുള്ള ജീവിതമാണ്. എല്ലാ രംഗത്തും ഹറാമുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് പരിഹാരമില്ല. അതിനുള്ള സന്ദർഭങ്ങളാണത്. ആദ്യം തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ട്, അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതായിട്ട് ആ സഹാബത്തിന്റെ നേതാവായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ മത്സരിച്ചാലും എത്താത്ത പ്രവാചകൻ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നേതാവായിട്ടുള്ള ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ. റബ്ബേ, ഞാൻ എന്നോട് തന്നെ ധാരാളം അക്രമം ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ആരാണ്? ഔലിയാക്കന്മാരുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരാൾക്കും ആ അബൂബക്കറിനെ തോൽപ്പിക്കാനായില്ല. ദാനധർമ്മങ്ങളിലോ സൽക്കർമ്മങ്ങളിലോ തോൽപ്പിക്കാനായിട്ടില്ല. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരു പ്രാർത്ഥന ചോദിച്ച സന്ദർഭത്തിലാണ്, പടച്ചോനെ അല്ലാഹുവേ, ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ എത്രമാത്രം അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ആത്മാർത്ഥമായി നെഞ്ഞിൽ കൈവച്ചുകൊണ്ട് സുജൂദിൽ കിടന്ന് കരഞ്ഞ് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളെയും പോരായ്മകളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും അറിവില്ലായ്മ കൊണ്ട് എടുത്തു പോയിട്ടുള്ള എല്ലാ തിന്മകളെയും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ ഈ പരിശുദ്ധ റമദാൻ നമുക്കൊരു പരിഹാരമാകില്ല. രാത്രി നമസ്കാരങ്ങൾ നമുക്കൊരു പരിഹാരമാകില്ല. നമ്മുടെ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും നമ്മുടെ ദാനധർമ്മങ്ങളും എല്ലാം വെറുതെയാകും എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറമ മുഖാമ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.